വ്യത്യസ്ത നാടൻ പുഴുക്കുകളുടെ വഴിയോര ഫുഡ് കോർട്ട് സൂപ്പർ ഹിറ്റ്. കൊല്ലം കുളക്കടയിലെ ധരണി കൃഷിഫാമാണ് നമ്മുടെ മുൻഗാമികളുടെ വഴിയെ നടക്കാൻ പഠിപ്പിക്കുന്നത്. ജങ്ക് ഫുഡുകളെ പോലെ കോംബോ ഓഫറുകളും ലഭ്യമാണ്. ഇതാണ് ഈ പറഞ്ഞ നമ്മുടെ ധരണി ഫാംസിന്റെ ഈ നാടൻ പുഴുക്കുകൾ വിൽക്കുന്ന കട. ഇതിപ്പോൾ നമ്മൾ ഈ നൂറ്റാണ്ടിൽ എല്ലാവരും ജങ്ക് ഫുഡിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ ഈ വലിയ അല്ലെങ്കിൽ ഒരു 60-70 വർഷം മുമ്പ് അല്ലെങ്കിൽ കുറേ പതിറ്റാണ്ടുകൾ മുമ്പ് മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് അവരുടെ വിശപ്പടക്കിയിരുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ ഇതെന്താണിത്? മധുരക്കിഴങ്ങുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, ഈ ഏത്തക്ക പുഴുങ്ങിയതുണ്ട്, കാച്ചിൽ പുഴുങ്ങിയത്, മരച്ചീനി പുഴുങ്ങിയത്, ഇതെല്ലാം വെച്ചിട്ട് അതിൻ്റെ കൂടെ നല്ല ഒന്നാന്തരം എരിച്ചമ്മന്തി കൂട്ടിയിട്ടാണ് ഇവരിപ്പോൾ ഇവിടെ വിളമ്പുന്നത്. ഇതെങ്ങനെയാണ് അശ്വതി ഇതിൻ്റെ വിലയും കാര്യങ്ങളും? നമ്മൾ പാഴ്സൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 60 രൂപയ്ക്കാണ്, അല്ലാതെ കഴിക്കാൻ കൊടുക്കുന്നത് 50 രൂപയ്ക്ക്. പിന്നെ 2 ചമ്മന്തിയുണ്ട്, ഒന്ന് ചുട്ടരച്ച ചമ്മന്തി, ഒന്ന് തൈര് ചമ്മന്തി. ഈ ആൾക്കാരെ ഇതിന്റെ ഒരു വേവിന്റെ പരിവും ഇതെപ്പോഴും എല്ലാം അവൈലബിൾ ആണോ? കിട്ടുമോ? നമുക്ക് 1 മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നും തൊട്ട് രാത്രി നമുക്ക് ഈ പുഴുക്ക് തീരുന്ന സമയം വരെ ഉണ്ട്. നമ്മൾ 4 വെട്ടമായിട്ടാണ് ഇത് പുഴുങ്ങുന്നത്. അല്ല, ഞാൻ പറഞ്ഞ ഇതിപ്പോ ഇവിടെയൊക്കെ ഇത് സുലഭമായി കിട്ടുന്നു. നമുക്ക് തന്നെ അപ്പുറത്ത് മലക്കറിക്കട ഉണ്ട്, ഇതിന്റെ തന്നെ നാടൻ പച്ചക്കറി വിൽക്കുന്ന കട. അതിൽ നിന്ന് നമ്മുടെ കൃഷി സാധനങ്ങൾ മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഒരു കയ്യൊപ്പം എങ്ങനെയാണ് ഈ പുഴുങ്ങുന്നതിനൊക്കെ ഒരു പാകമൊക്കെ ഉണ്ടോ? ഞാനാ പുഴുങ്ങുന്നത്. അത് 4 പ്രാവശ്യമായിട്ടാണ് പുഴുങ്ങുന്നത്. അത് നല്ല ചൂട് ഫ്രഷ് സാധനം നമ്മൾ കൊടുക്കുന്നത്, അല്ലാതെ ഒന്നിച്ച് പുഴുങ്ങി കോരി വെക്കുമല്ല. 4 പ്രാവശ്യമായിട്ടാണ് പുഴുങ്ങുന്നത്. ഇപ്പം തന്നെ ഇത് 2ാമത്തെ ട്രിപ്പ്, 3ാമത്തെ ട്രിപ്പ് അടപ്പേ കിടക്കുന്നു. ഇനി വൈകിട്ട് 7 മണിക്ക് മുമ്പേ ഒരു ട്രിപ്പ് കൂടെ പുഴുങ്ങും. അവർ നല്ല അഭിപ്രായം പറയുന്നു. കുട്ടികളൊക്കെ കഴിക്കുമോ? കഴിക്കാറുണ്ട്. കുട്ടികൾക്കെല്ലാം ജങ്ക് ഫുഡിനൊക്കെ പുറകെ ഓടുന്ന കാലമല്ലേ? ഒന്നും അറിയത്തില്ലല്ലോ. ഇത് പണ്ട് കാലത്ത് നിങ്ങളിപ്പോ പഠിപ്പിക്കുക കൂടി ചെയ്യാണ്. അതെ അല്ലേ? അതെ അതെ. ഫുഡ് കുഴപ്പമില്ല, നല്ല ഫുഡാണ്. എൻ്റെ വീട് ആലുവയാണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊല്ലത്ത്. അപ്പോൾ ഇടയ്ക്ക് പോകുമ്പോൾ ഇവിടെ കയറി കഴിക്കാറുണ്ട്. നിങ്ങളൊക്കെ ഇത് കുട്ടിക്കാലത്ത് അധികം കഴിച്ചിട്ടുള്ളതാവും. ഇപ്പം അധികം കാണാറുണ്ടോ ഇങ്ങനെയൊക്കെ? ഇല്ല, ഇപ്പം അധികം കാണാറില്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനിത് ഒത്തിരി കഴിച്ചിട്ടുള്ളത്, ഇപ്പോൾ കാണാറില്ല. അതുകൊണ്ട് അന്വേഷിച്ച് ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് വരുവാണ്. തിരുവല്ലയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇത് കഴിക്കാൻ വന്നതാണ്. പൂർവ്വമായിട്ട് കേരളത്തിൽ ലഭിക്കപ്പെടുന്ന ഒരു ഫുഡാണിത്. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് വീട്ടിലും നമ്മുടെ ബന്ധു വീട്ടിലൊക്കെ പോയാലും നമുക്ക് കപ്പ പുഴുങ്ങിയതും ചേമ്പ് പുഴുങ്ങിയതും ഒക്കെ തരുമായിരുന്നു. ഇന്നിപ്പം വളരെ വിരളമായി നമുക്ക് ലഭിക്കപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഇത്. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടായി. അങ്ങനെ ഞങ്ങളൊന്ന് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഞാൻ കഴിക്കും, എനിക്കിഷ്ടമാണ്. ബർഗർ ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടം. ഇത് നാടൻ ഫുഡല്ലേ, അത് ഇച്ചിരി കെമിക്കൽ ഒഴിച്ച് ഉണ്ടാക്കുമ്പം ഇത് നാടൻ ഫുഡ് കിട്ടുമ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ബസലേൽ. ഒന്ന് നമ്മുടെ ഈ ചുക്ക് കാപ്പിയുടെ നല്ല നല്ല മണം, ഒപ്പം തെരളിയൊക്കെ ഇങ്ങനെ വീശിയടിക്കുകയാണ്. ആ പുഴുക്കൻ്റെ മണമൊക്കെ നമ്മുടെ കേൾക്കുന്നത്. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.